Next topic is about minus. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടപ്പോൾ ഒരു എലമെന്റ് സെലക്ട് ചെയ്ത് അയാളിരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ള ആളുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചായിരുന്നു. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് എ ഉണ്ട്. ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ്. ലെറ്റ് എ ബി സ്ക്വയർ മെട്രിക്സ്. And Aij be one of its entry. അതിൻ്റെ അകത്തുള്ള ഒരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു എൻട്രി ആണ് Aij. ith റോയിലെ jth കോളത്തിലുള്ള ith റോയിലെ jth എലമെന്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു എൻട്രി ആണ് Aij. Then minor of Aij Aij എന്ന എലമെന്റിന്റെ മൈനർ, മെട്രിക്സിന്റെ അല്ല കേട്ടോ മൈനർ. Aij എന്ന എലമെന്റിന്റെ മൈനർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ Mij. Aij എന്ന എലമെന്റിന്റെ മൈനറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ Mij എന്നാണ്. ആൻഡ് minor Aij is denoted by capital Mij is the determinant of the submatrix obtained from capital A by deleting ith row and jth column. വീണ്ടും ഡീറ്റെയിൽ ചെയ്യാണ് എന്താണ് മൈനർ. നിങ്ങൾക്ക് ഒരു എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കണമെങ്കിൽ ആ എലമെന്റ് ഇരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? മൈനർ കിട്ടും. വളരെ സിമ്പിൾ ആയ പരിപാടി. ഒരു മെട്രിക്സിന്റെ മൈനർ എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഒരു മെട്രിക്സ് അല്ല, ഒരു എലമെന്റിന്റെ മൈനർ എങ്ങനെ കണ്ടുപിടിക്കുന്നു? അയാൾ ഇരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, എലമെന്റ് ഇരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, ബാക്കിയുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ. ശരി, നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഞാനിപ്പോ ഒരു മെട്രിക്സ് എഴുതുകയാണ്. ക്യാപിറ്റൽ എ 1 4 5 0 1 2 -1 2 -3. എനിക്ക് ഇവിടത്തെ രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റിന്റെ മൈനർ കാണണം. അതായത് ഇതാണ് രണ്ടാമത്തെ റോ, അതിൽ മൂന്നാമത്തെ എലമെന്റ് പുള്ളിക്കാരന്റെ മൈനർ കാണണം. അതിനെന്ത് ചെയ്യണം? അയാളിരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യണം. ബാക്കിയുള്ള മെട്രിക്സ് എന്താണ്? 1 4 -1 2. അടുക്കും ചിട്ടയെന്ന് മാറ്റിക്കളയാം. 2 ഇരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ളത് എന്താണ്? 1 4 -1 2. അയാളുടെ ഡിറ്റർമിനന്റ് എന്താണോ അതാണ് മൈനർ. 1 × 2 -1 × 4. അതായത് 2 + 4 6. രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റ് മൈനർ 6 ആണ്. ഇനി നിങ്ങൾക്ക് മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റിന്റെ മൈനർ വേണം. മൂന്നാമത്തെ റോയിലെ മൂന്നാമത്തെ എലമെന്റ് പുള്ളിക്കാരനാണ്. അതായത് അയാൾ ഇരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള മെട്രിക്സ് 1 4 0 1. പുള്ളിയുടെ ഡിറ്റർമിനന്റ് 1 × 1 -0 × 4. ദാറ്റ് ഇസ് 1 - 0 1. കഴിഞ്ഞു. നമുക്ക് എന്ത് കിട്ടി? എയുടെ ഓരോ എലമെന്റിന്റെ മൈനർ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യത്തെ റോ സെലക്ട് ചെയ്ത് അയാളിരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് മൈനർ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. അവിടെ ചെയ്തതാണ്. ഇപ്പൊ ഞാൻ അയാൾക്ക് പുതിയ പേരൊക്കെ കൊടുത്തു, മൈനർ എന്ന് പേരൊക്കെ കൊടുത്തു. നമ്മളെ ഇനി അതേസമയം മൈനർ മെട്രിക്സ് ഉണ്ട്. ഇത് മൈനർ ഓരോ എലമെന്റിനാണ് നിങ്ങൾ ആലോചിക്കണം. മൈനർ മെട്രിക്സ് ഉണ്ട്.
മൈനർ മെട്രിക്സ്. മൈനർ മെട്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മൈനർ മെട്രിക്സ് ഓഫ് എ, മൈനർ മെട്രിക്സ് ഓഫ് എ ഈസ് obtained by is obtained by replacing replacing each entry with its minor, each entry with its minor. ഓരോ എലമെന്റിനെയും ഓരോ എലമെന്റും അയാളുടെ മൈനർ കൊണ്ട് റീപ്ലേസ് ചെയ്ത് ഉണ്ടാക്കുന്ന മെട്രിക്സ് ആണ് എന്ത്? മൈനർ മെട്രിക്സ്. അപ്പൊ ഈ കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് മൈനർ മെട്രിക്സ് എല്ലാം എഴുതാം. ഈ കാര്യത്തിൽ വേണമെങ്കിൽ മൈനർ മെട്രിക്സ് എഴുതാം. എം ഓഫ് ക്യാപിറ്റൽ എ. നോക്കുക, ആദ്യം 1 ആണ്. 1 ഇരിക്കുന്ന റോയിൽ കോളം കളയുന്നു. ബാക്കി 1 2 2 മൈനസ് 3 ആണ്. 1 2 2 മൈനസ് 3 ആണ്. 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 3 മൈനസ് 2 ഇൻറ്റു 2 4 മൈനസ് 3 മൈനസ് 4 മൈനസ് 3 മൈനസ് 4 മൈനസ് 7. അടുത്ത 4 ഇരിക്കുന്ന റോയും കോളവും കളയുന്നു. 0 ഇൻറ്റു മൈനസ് 3 മൈനസ് മൈനസ് 1 ഇൻറ്റു 2 0 മൈനസ് മൈനസ് 1 ഇൻറ്റു 2 0 പ്ലസ് 2. അടുത്ത 5 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു. 0 ഇൻറ്റു 2 0 മൈനസ് മൈനസ് 1 ഇൻറ്റു 1 0 പ്ലസ് 1 1. അടുത്ത 0 ഇരിക്കുന്ന റോയും കോളവും കളയുന്നു. 0 ഇരിക്കുന്ന റോയും കോളവും കളയുന്നു. ബാക്കി 4 ഇൻറ്റു മൈനസ് 3 മൈനസ് 12 മൈനസ് 2 ഇൻറ്റു 5 മൈനസ് 12 മൈനസ് 10 മൈനസ് 22. അടുത്ത 1 ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു. 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 3 മൈനസ് മൈനസ് 1 ഇൻറ്റു 5 മൈനസ് 3 പ്ലസ് 5 മൈനസ് 3 പ്ലസ് 5 2. കഴിഞ്ഞു. ഓക്കെ, ഡൺ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോ എലമെന്റിന്റെ ആയിട്ട് മൈനർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അടുത്ത 2ന്റെ മൈനർ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അയാള് 6 ആണ്. 2ന്റെ മൈനർ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 6 ആണ്. അപ്പൊ ഞാനിവിടെ 6 കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ്. -1 ഇതിന്റെ മൈനർ, -1ന്റെ മൈനർ അയാൾ ഇരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് 4 ഇൻറ്റു 2 8 1 ഇൻറ്റു 5 5 8 മൈനസ് 5 3 ആൻഡ് 2 ഇരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് 1 ഇൻറ്റു 2 2 മൈനസ് 0 ഇൻറ്റു 5 0 2 മൈനസ് 0 2 ആൻഡ് ഫൈനലി മൈനസ് 3 3. ഇത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. തേർഡ് റോ തേർഡ് എലമെന്റ് 1 ആണ്. therefore 1. therefore this is your minor matrix. ഇയാളാണ് നമ്മുടെ മൈനർ മെട്രിക്സ്. കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഓരോ എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കാൻ ഇപ്പൊ അറിയാം. അതേസമയം ആ മൈനർ കൊണ്ട് മെട്രിക്സ് ഉണ്ടാക്കാനും നമുക്കറിയാം, മൈനർ മെട്രിക്സ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അടുത്തൊരു കൺസെപ്റ്റിലേക്കാണ്. ദാറ്റ് ഇസ് അബൌട്ട് കോഫാക്ടർ. എന്താണ് കോഫാക്ടർ ഓഫ് എ മെട്രിക്സ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഒരു മെട്രിക്സിന്റെ സ്ഥാനം അനുസരിച്ച് അയാൾക്ക് പ്ലസ് ഓർ മൈനസ് സൈന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മെട്രിക്സിന്റെ എലമെന്റിന്റെ സ്ഥാനം അനുസരിച്ച് അയാൾക്ക് പ്ലസ് ഓർ മൈനസ് സൈൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മെട്രിക്സിലെ ആദ്യത്തെ റോയിലെ ആദ്യത്തെ എലമെന്റിന് എപ്പോഴും പ്ലസ് ആയിരിക്കും സൈൻ. അതിനുശേഷം തൊട്ടടുത്ത എലമെന്റിന് മൈനസ്, അടുത്ത എലമെന്റ് പ്ലസ്, അടുത്ത എലമെന്റ് മൈനസ്, അടുത്ത എലമെന്റ് പ്ലസ്, സോ ഓൺ. അതിനുശേഷം ഈ പ്ലസിന് താഴെ അടുത്ത റോ തുടങ്ങുകയാണല്ലോ. ഈ പ്ലസിന് താഴെ അടുത്ത് മൈനസ് ആയിരിക്കും. അടുത്ത മൈനസ് കഴിഞ്ഞാൽ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പൊക്കോട്ട്. ഇനി മൈനസ് കഴിഞ്ഞാൽ താഴേക്ക് പ്ലസ് ആയിരിക്കും. അതിനുശേഷം മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എന്ന് പറഞ്ഞ് പൊക്കോട്ടിരിക്കുന്നു. ഇതാണ് ഒരു മെട്രിക്സിന്റെ എലമെന്റിന്റെ സൈനുകൾ. സ്ഥാനമനുസരിച്ചുള്ള സൈനുകളാണ്. നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഇതൊരിക്കലും പുറത്തു വരില്ല. ഇത് ഒളിഞ്ഞിരിക്കുന്ന സൈനുകളാണ്.
ഇത് ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മൾ പുറത്തേക്ക് എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു ആവശ്യമുള്ള സമയമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരു മെട്രിക്സിന്റെ എലമെന്റുകൾക്ക് ഒളിഞ്ഞിരിക്കുന്ന അവരുടെ സ്ഥാനമനുസരിച്ച് ഒളിഞ്ഞിരിക്കുന്ന സൈൻ ഉണ്ട്. അത് ഇതാണ്. ആദ്യം തുടങ്ങുന്നത് പ്ലസ്സിലാണ്. ആദ്യത്തെ റോയിൽ ആദ്യത്തെ എലമെന്റ് തുടങ്ങുന്ന പ്ലസ്സിലാണ്. പിന്നെ ഒന്നിടവിട്ട് പ്ലസും മൈനസും സൈൻ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോ എന്താണ് കോ ഫാക്ടർ ഓഫ് എ മെട്രിക്സ്? Co-factor of a matrix, co-factor of a matrix is signed minor, is signed minor, is signed minor. സൈൻ ഉള്ള മൈനർ ആണ് ഒരു കോ ഫാക്ടർ മെട്രിക്സ്. ഒരു കോ ഫാക്ടർ മെട്രിക്സ് സൈൻഡ് മൈനർ ആണ്. അതായത് ഞാൻ ഈ പറഞ്ഞില്ലേ ഒളിഞ്ഞിരിക്കുന്ന സൈന്, ആ സൈൻ എടുത്ത് മൈനറിന് കൊടുക്കണം. നമ്മളിപ്പോ ഓൾറെഡി ഒരു മെട്രിക്സിന്റെ മൈനർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, -7. ആദ്യത്തെ ആൾക്ക് പ്ലസ് കൊടുക്കുക. പ്ലസും മൈനസും കൂടെ ചേർന്ന് മൈനസ് ആണ്, -7 തന്നെ. രണ്ടാമത്തെ ആളുടെ സൈൻ മൈനസ് ആണ്, ഒളിഞ്ഞിരിക്കുന്ന ആ സൈൻ -2 കൊടുക്കുക. അടുത്തത് പ്ലസ് ആണ്, 1 കൊടുക്കുക. അടുത്ത റോയിലേക്ക് പോകുമ്പോൾ സൈൻ മൈനസ് ആണ്, അപ്പൊ -22, -22, 22. അടുത്ത സൈൻ പ്ലസ് ആണ്, +2 തന്നെ. അടുത്ത -6 ആണ്, -6 2. നെക്സ്റ്റ് അടുത്ത ഇവിടെ നമ്മൾ മൈനസ് സൈൻ കൊടുത്ത സ്ഥിതിക്ക് അടുത്ത ആളുടെ സൈൻ പോസിറ്റീവ് ആണ്. അടുത്ത് വീണ്ടും മൈനസ് കൊടുക്കണം, -2. അടുത്ത് വീണ്ടും പ്ലസ് ആണ്, +1 ഇട്ടു. കഴിഞ്ഞു. ഇതാണ് കോ ഫാക്ടർ മെട്രിക്സ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ ഓരോ മെട്രിക്സിലെ ഓരോ സ്ഥാനത്തിലും ഒളിഞ്ഞിരിക്കുന്ന സൈൻ ഉണ്ട്. ആ ഒളിഞ്ഞിരിക്കുന്ന സൈൻ മൈനറുകൾക്ക് അനുവദിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് കോ ഫാക്ടർ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ കോ ഫാക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും: കോ ഫാക്ടർ ഓഫ് എ. കോ ഫാക്ടർ ഓഫ് എ. നമ്മൾ ഒരു മെട്രിക്സിന്റെ കോ ഫാക്ടറും എഴുതാൻ പഠിച്ചു. ഒരു മെട്രിക്സിന്റെ കോ ഫാക്ടറും നമ്മൾ എഴുതാൻ പഠിച്ചു. കഴിഞ്ഞു. അപ്പോ ഇന്ന് നമ്മൾ മൈനർ പഠിച്ചു, കോ ഫാക്ടർ പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്ജോയിന്റ്. അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. നോക്കാം ഒരു മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എന്താണെന്ന് നോക്കാം. സിമ്പിൾ ആണ്. ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ അഡ്ജോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ കോഫാക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന്റെ ട്രാൻസ്പോസ് -7 -2 1 താഴേക്ക് എഴുതുന്നു. -7 -2 1, 22 2 6, 22 2 -6. ഇനി അതിനുശേഷം 3 -2 1, 3 -2 1. ഇതാണ് ഒരു മെട്രിക്സിന്റെ അഡ്ജോയിന്റ്. അഡ്ജോയിന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അഡ്ജബ് എ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വീണ്ടും ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ മൈനറുകളുണ്ട്. എങ്ങനെയാണ് മൈനർ കണ്ടുപിടിക്കുന്നത്? ഒരു എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കാൻ അയാൾ ഇരിക്കുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് മൈനർ. എങ്ങനെ മൈനർ മെട്രിക്സ് കണ്ടുപിടിക്കും? നമ്മൾ മൈനർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ എലമെന്റുകളെ അവരവരുടെ മൈനറുമായി റീപ്ലേസ് ചെയ്താൽ മതിയാകും. എങ്ങനെ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞ പോലെ എലമെന്റുകളുടെ സ്ഥാനം അനുസരിച്ച് അവർക്ക് സൈൻ ഉണ്ട്. ആ സൈൻ അവർക്ക് അനുവദിച്ചു കൊടുക്കുക. അപ്പോഴേക്കും കോ ഫാക്ടർ കിട്ടും. അഡ്ജോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? കോ ഫാക്ടറിന്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും? അഡ്ജോയിന്റ് കിട്ടും. മനസ്സിലാക്കാനുള്ള കാര്യം, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്. ഒരാൾ അറിയില്ല എങ്കിൽ ബാക്കിയൊന്നും പഠിക്കാൻ കഴിയില്ല. ഇനി ഫൈനലി നമ്മൾ വേറൊരു കാര്യത്തിലേക്ക്, വളരെ
വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് അതായത് ഓക്കെ, എന്താണ് മെട്രിക്സിന്റെ ഇൻവേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ, മക്കളെ, ഇപ്പോ ഒരു മെട്രിക്സ് നമ്മളിപ്പോ സാധാരണ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുകയാണ്. 2 ഗുണം 1 ചെയ്താൽ 2 തന്നെ കിട്ടും. 5 ഗുണം 1 ചെയ്താലും 5 തന്നെ കിട്ടും. അതായത് എന്താണ് വണ്ണിന്റെ പ്രത്യേകത? ആരുടെ കൂടെ ഗുണിച്ചാലും അതേ നമ്പർ തന്നെ തിരിച്ചു തരും. അതാണ് വണ്ണിന്റെ പ്രത്യേകത. മറ്റൊരു നമ്പർക്കില്ലാത്ത പ്രത്യേകതയാണ് ആർക്കുള്ളത്? വണ്ണിനുള്ളത്. അതുപോലെ മെട്രിക്സുകളുടെ കൂട്ടത്തിൽ ഒരു മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സിനെ തിരിച്ചു കിട്ടും എന്ന് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞായിരുന്നു. നിങ്ങളോട് പരീക്ഷിച്ച് നോക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരീക്ഷിച്ച് നോക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സെ തിരിച്ചു കിട്ടത്തുള്ളൂ. അതായത് നമ്പറുകൾക്കിടയിൽ 1 ചെയ്യുന്ന ജോലി ഇവിടെ ചെയ്യുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 1 ചെയ്യുന്നത് ഇവിടെ എന്താണ് ഐഡന്റിറ്റി മെട്രിക്സുകളുടെ ജോലി ഇവിടെ ചെയ്യുന്നത് വണ്ണിന്റെ ജോലി ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അതേസമയം 2 ഇൻറ്റു സംതിങ് ചെയ്യുമ്പോൾ തിരിച്ച് 1 വരും. അതായത് ഐഡന്റിറ്റി എലമെന്റിനോട് നമുക്ക് എന്ത് വേണം? ഒരു താല്പര്യ കൂടുതലുണ്ട്. നമുക്ക് താല്പര്യ കൂടുതലുണ്ട്. അപ്പോ 2ന്റെ കൂടെ ഏത് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 തിരിച്ചു വരും? 1/2. 5ന്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 തിരിച്ചു വരും? 1/5. 1/5. അതേപോലെ 3യുടെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 തിരിച്ചു വരും? 1/3. ശ്രദ്ധിക്കേണ്ട കാര്യം, 0 ഇൻറ്റു 1 ചെയ്താലും 0 തന്നെയാണ്. 0 ഇൻറ്റു 1 ചെയ്താലും 0 തന്നെയാണ്. അപ്പൊ 0യുടെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 തിരിച്ചു വരും? 0യുടെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്താലും 1 തിരിച്ചു വരാൻ പോകുന്നില്ല. കാരണം ഇവിടെ ചെയ്തതുപോലെ 1/5, 1/2, 1/3 പോലെ 1/0 എന്നൊരാളെ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു നമ്പർ ഇല്ല. ഈ തിരിച്ച് 1 വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇൻവേഴ്സ് എലമെന്റ് എന്നാണ്. ഇൻവേഴ്സ് എലമെന്റ് തിരിച്ച് 1 തിരിച്ചു തരുന്ന എലമെന്റ് ഇൻവേഴ്സ് എലമെന്റ്. 2ന്റെ ഇൻവേഴ്സ് എലമെന്റ് 1/2 ആണ്. പക്ഷേ 0 ഇവിടെ ഐഡന്റിറ്റി എലമെന്റിന്റെ സൗകര്യം അയാൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും അയാൾക്ക് ഇൻവേഴ്സ് എലമെന്റ് ഇല്ല. അതായത് ഇൻവേഴ്സ് എലമെന്റ് എല്ലാ നമ്പറിനും കാണണമെന്ന് നിർബന്ധമില്ല. എല്ലാ എലമെന്റിനും കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്താണ്? ഒരു മെട്രിക്സിന്റെ കൂടെ മറ്റൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി തിരിച്ചു വരുന്ന പ്രതിഭാസം. ഒരു മെട്രിക്സിന്റെ കൂടെ മറ്റൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി തിരിച്ചു വരുന്ന പ്രതിഭാസം. ആ പ്രതിഭാസത്തിന് കാരണമാകുന്ന ആ ബി എന്ന് പറയുന്ന മെട്രിക്സിനെയാണ് നമ്മൾ മെട്രിക്സ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. മെട്രിക്സ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത് അയാളെയാണ്. ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ്. എന്താണ്? കൂടെ മൾട്ടിപ്ലൈ, അതായത് 1ന്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്താലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആളെ തിരിച്ചു വരത്തുള്ളൂ. അതേപോലെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ കൂടെ ആര് മൾട്ടിപ്ലൈ ചെയ്താലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആളെ തിരിച്ചു വരത്തുള്ളൂ. പക്ഷെ തിരിച്ച് 1 വരാൻ വേണ്ടിയിട്ട് 2ന്റെ കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്യാം, 5ന്റെ കൂടെ 1/5 മൾട്ടിപ്ലൈ ചെയ്യാം, 3യുടെ കൂടെ 1/3 മൾട്ടിപ്ലൈ ചെയ്യാം, 3യുടെ കൂടെ 1/3 മൾട്ടിപ്ലൈ ചെയ്യാം, ആൻഡ് സോ ഓൺ. പക്ഷേ സീറോ ആ സൗകര്യം ആ സൗകര്യം ആ, 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 പക്ഷെ 0 ആ സൗകര്യം തരുന്നില്ല. പക്ഷെ 0 ആ സൗകര്യം നമുക്ക് എന്ത് ചെയ്യുന്നില്ല? തരുന്നില്ല. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ ഇവിടെ എ നമ്മള് മെട്രിക്സിന്റെ കാര്യത്തിലും ഐഡന്റിറ്റി മെട്രിക്സ് തിരിച്ച് എയുടെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്താലും ഐഡന്റിറ്റി മെട്രിക്സ് തിരിച്ചു വരും. അങ്ങനത്തെ എലമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. മെട്രിക്സിന്റെ ഇൻവേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോകുന്ന എ ഇൻവേഴ്സ്. സീറോയ്ക്കുള്ളതുപോലെ ചില മെട്രിക്സുകൾക്ക് ഇൻവേഴ്സ് ഇല്ല.
സീറോയ്ക്കുള്ളതുപോലെ ചില മെട്രിക്സുകൾക്ക് ഇൻവേഴ്സ് ഇല്ല. ആരാണ് ആ മെട്രിക്സ്? ആരാണ് ആ മെട്രിക്സ്? എ മെട്രിക്സ്, എ സ്ക്വയർ മെട്രിക്സ്, എ സ്ക്വയർ മെട്രിക്സ്, എ സ്ക്വയർ മെട്രിക്സ് with a zero determinant, zero determinant, സ്ക്വയർ മെട്രിക്സ് വിത്ത് സീറോ ഡിറ്റർമിനന്റ്. ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ, ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ is called a singular matrix, is called a singular matrix, is called a singular matrix. ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ അയാളെ നമ്മൾ വിളിക്കുന്ന പേര് സിംഗുലർ മെട്രിക്സ് എന്നാണ്. അതേസമയം a square matrix, a square matrix with a non-zero determinant, with a non-zero determinant, non-zero determinant is called a so obviously called a non-singular matrix, non-singular matrix. അയാളെ വിളിക്കുന്ന പേര് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് എന്നാണ്. ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ അയാൾ സിംഗുലർ മെട്രിക്സ്, ഡിറ്റർമിനന്റ് സീറോ അല്ല എങ്കിൽ നോൺ സിംഗുലർ മെട്രിക്സ്. അപ്പോ എന്റെ ചോദ്യം ഇതായിരുന്നു, ഒരു മെട്രിക്സിന് എപ്പോ ഇൻവേഴ്സ് ഉണ്ടാവും? നോൺ സിംഗുലർ മെട്രിക്സ് ഹാസ് അല്ലെങ്കിൽ ഈസ് ഇൻവേർട്ടിബിൾ. ഈസ് ഇൻവേർട്ടിബിൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാക്കാണ് ഈസ് ഇൻവേർട്ടിബിൾ. അതായത് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് സീറോ അല്ല എങ്കിൽ, നോൺ സിംഗുലർ ആണ് എങ്കിൽ, ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ, ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ അയാളെ നമ്മൾ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് വിളിക്കും. അയാൾക്ക് ഇൻവേഴ്സ് ഉണ്ട്. അയാളുടെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ആൻഡ് അയാളുടെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അയാളുടെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുക, അയാളുടെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുക, അതിനുശേഷം അയാളുടെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അയാളുടെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുക, അതിനുശേഷം ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കിട്ടും. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനാണ് ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വിശദമായിട്ട്. അഡ്ജോയിന്റ് കണ്ടുപിടിക്കുക, ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ഇൻവേഴ്സ് കിട്ടും. ശ്രദ്ധിക്കുക, എന്താണ് നടന്നതെന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോ കോഫാക്ടറും അഡ്ജോയിന്റ് വരെ എല്ലാം പഠിപ്പിച്ചു നിർത്തി. എന്നിട്ട് മെട്രിക്സ് ഇൻവേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ തന്നെ തിരിച്ചു കിട്ടും, മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് തിരിച്ചു വരുന്ന രീതിയിൽ എയുടെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡന്റിറ്റി മെട്രിക്സ് തിരിച്ചു വരും. അങ്ങനെ വരുന്ന ആളെയാണ് നമ്മൾ മെട്രിക്സ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. അയാൾ ഡിനോട്ട് ചെയ്യുന്നത് a⁻⁻1 എ ഇൻവേഴ്സ് എന്ന് വായിക്കും. എങ്ങനെ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം? ആ മെട്രിക്സ് നോൺ സിംഗുലർ ആയിരിക്കണം. ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ അത് സിംഗുലർ മെട്രിക്സ്, ഡിറ്റർമിനന്റ് സീറോ അല്ലെങ്കിൽ അത് നോൺ സിംഗുലർ മെട്രിക്സ്. അതായത് ഒരു നോൺ സിംഗുലർ മെട്രിക്സിന് എന്തുള്ളൂ? ഇൻവേഴ്സ് ഉള്ളൂ. അയാൾ ഇൻവേർട്ടിബിൾ ആകത്തുള്ളൂ. അയാളുടെ ഇൻവേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? അഡ്ജോയിന്റിനെ എയുടെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എയുടെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു മെട്രിക്സിന്റെ അഡ്ജോയിന്റ് അടക്കം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അഡ്ജോയിന്റ് അടക്കം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? അയാളുടെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അയാളുടെ ഇൻവേഴ്സ് കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? അയാളുടെ ഡിറ്റർമിനന്റ് ചുമ്മാ കണ്ടുപിടിക്കാം. അയാളുടെ ഡിറ്റർമിനന്റ് ചുമ്മാ കണ്ടുപിടിക്കാം. ഇവിടെ എന്തായാലും മെട്രിക്സ് എഴുതിയിട്ടുള്ള സ്ഥിതിക്ക് ഞാൻ ഇവിടെ തന്നെ അയാളുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ തന്നെ അയാളുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ 1 ഇൻറ്റു ആദ്യത്തെ റോ സെലക്ട് ചെയ്തു. 1 ഇൻറ്റു അയാൾ ഇരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. അതല്ലേ അതിന്റെ മൈനസ് എന്താ കിടക്കുന്നു? -7. മൈനസ് എന്താ കിടക്കുന്നു? അതല്ലേ ഇവിടെ കണ്ടുപിടിച്ചത്? -+ ആണ്. അടുത്ത -4 ഇൻറ്റു അയാൾ ഇരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ള ഡിറ്റർമിനന്റ്. അതല്ലേ 2 ഇതാ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. 2 + 5 ഇൻറ്റു 5 ഇരിക്കുന്ന റോയും കോളവും കളയുന്ന ബാക്കിയുള്ള ആളുടെ ഡിറ്റർമിനന്റ് ഇതാ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1.
Therefore, this is equal to 1 into -7, -7, -4 into 2, -8, plus 5 into 1, 5. That will be equal to -10. ഡിറ്റർമിനന്റ് എന്താണ്? -10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അഡ്ജോയിന്റിനെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിറ്റർമിനന്റ് 0 അല്ല, അപ്പൊ ഇൻവേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഈക്വൽ ടു നമ്മുടെ കയ്യിൽ അഡ്ജോയിന്റ് ഉണ്ട്. എന്താണ്? -7 22 3, -7 22 3, -2 2, -2, -2, -2 2, -2, 1 -6 1, 1 -6 1. അതിന് എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഇസ് 1/-10. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, വെളിയിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. ഇതാണ് ഒരു മെട്രിക്സിന്റെ, നമ്മൾ ആദ്യം തുടങ്ങിയ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഇയാളാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള പ്രൊസീജിയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്? മൈനർ കണ്ടുപിടിക്കണം, സൈൻഡ് മൈനർ കണ്ടുപിടിക്കണം, കോഫാക്ടർ, അതിന്റെ ട്രാൻസ്പോസ് എടുക്കണം, അഡ്ജോയിന്റ് കിട്ടും. മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ആ പർട്ടിക്കുലർ മെട്രിക്സിനെ അയാളുടെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. കാര്യങ്ങൾ സിമ്പിൾ ആസ് ദാറ്റ്. ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് എനിക്കൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. മക്കളെ, ഇവിടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചപ്പോൾ ഞാൻ ചെയ്തത് എന്താണ്? ആദ്യത്തെ റോ സെലക്ട് ചെയ്തു, എന്നിട്ട് കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, കോഫാക്ടറിലെ മൈനർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതെന്താണ്? ആദ്യത്തെ റോയ്ക്ക് കൊമ്പ് വല്ലതും ഉണ്ടോ? ആദ്യത്തെ റോ മാത്രമല്ല, ഏത് റോ വെച്ചും നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം, ഏത് കോളം വെച്ചും എക്സ്പാൻഡ് ചെയ്യാം. ഏത് റോ വെച്ചും എക്സ്പാൻഡ് ചെയ്യാം, ഏത് കോളം വെച്ചും നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ എന്തായാലും ഈ കോളം സെലക്ട് ചെയ്യാണ്. ഈ കോളം, നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ കോളം സെലക്ട് ചെയ്യാണ്. എന്ത് ചെയ്യാം? കോളം സെലക്ട് ചെയ്തു. കോളം 4 1 2 ആണ്. അതിലെ ആദ്യത്തെ എൻട്രി 4. അയാളുടെ ഒളിഞ്ഞിരിക്കുന്ന സൈൻ എന്താണ്? ഇത് പ്ലസ്, ഇത് മൈനസ് ആണ് സൈൻ. ആ സൈൻ ഇട്ടു, മൈനസ് സൈൻ ഇട്ടു. എന്നിട്ട് അയാളുടെ കോഫാക്ടർ, അയാൾ ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞ് ബാക്കിയുള്ള ആളുടെ ഡിറ്റർമിനന്റ്, അയാളുടെ കോഫാക്ടർ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 2. അടുത്ത ആ കോളത്തിലെ രണ്ടാമത്തെ എലമെന്റ് എന്താണ്? 1. ഇവിടെ മൈനസ് ആയിരുന്നു, അവിടെ ഇപ്പോഴത്തെ സൈന് പ്ലസ് ആണ്. അപ്പൊ ആ സൈൻ ഇവിടെ കൊടുക്കണം, +1 × ശ്രദ്ധിക്കണം, ഒളിഞ്ഞിരിക്കുന്ന സൈൻ ഇവിടെ ഉപയോഗപ്പെടുകയാണ്. ഇയാളെ സെലക്ട് ചെയ്തു, അയാളുടെ സൈൻ പ്ലസ് മൈനസ് ആയിരുന്നു, -4 × അയാളുടെ കോഫാക്ടർ, അയാളിരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തു, കോഫാക്ടർ കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് അടുത്ത എലമെന്റ് 1. 1ന്റെ സൈൻ ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, +1 × അയാൾ ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു, ബാക്കിയുള്ള ആളുടെ ഡിറ്റർമിനന്റ് 2. അടുത്തത് ഇവിടെ പ്ലസ് ഇട്ടു, ഇനി മൈനസ് ആണ്, -2 × അയാൾ ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞിട്ടുള്ള അയാളുടെ കോഫാക്ടർ, -2 × കോഫാക്ടർ 2 ആണ്. അതേ സ്ഥലത്തുള്ള മൈനർ 2 ആണ്. ഇനി നമ്മൾ ഇയാളെ കാൽക്കുലേറ്റ് ചെയ്യാം. -4 × 2 -8, +2 -4. വീണ്ടും നിങ്ങൾക്ക് -10 തന്നെ കിട്ടുന്നത് കാണാം. -10 തന്നെ, നേരത്തെ കിട്ടിയ അതേ ആളെ തന്നെ കിട്ടുന്നത് കാണാം. ഇനി വേറെ മാറ്റണോ? മാറ്റാം. ഞാൻ രണ്ടാമത്തെ റോ എടുക്കാം. രണ്ടാമത്തെ റോ 0 × 0 × 0യുടെ സൈൻ ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് ഇടണം. മൈനസ് ഇട്ടിട്ട് ഗുണമൊന്നുമില്ല, 0 അല്ലേ. എന്നിട്ട് അയാൾ ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞിട്ട് അയാളുടെ മൈനർ കിടക്കുന്നു, ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, -22. അടുത്ത ഇവിടെ മൈനസ് ഇട്ടു, ഇവിടെ പ്ലസ് ഇടണം, +1 × അയാൾ ഇരിക്കുന്ന റോയും കോളവും കളഞ്ഞു, ബാക്കിയുള്ള ഡിറ്റർമിനന്റ്, അതായത് അതിന്റെ മൈനർ കിടക്കുന്നു, 2. 1 × 2 പ്ലസ് അടുത്ത ആള്, ഇത് മൈനസ് ആയിരുന്നു, ഇത് പ്ലസ് ആയിരുന്നു, ഇനി ഇവിടെ മൈനസ് ഇടണം, -2 × അയാളുടെ മൈനർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 6. കാൽക്കുലേറ്റ് ചെയ്യുന്നു. 0 × 0 തന്നെ, മൈൻഡ് ചെയ്യണ്ട. 1 × 2 2, -2 × 6 -12, വീണ്ടും -10 തന്നെ.
അതായത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഏത് റോ വെച്ചോ ഏത് കോളം വെച്ചോ എക്സ്പാൻഡ് ചെയ്യാം. ആ കോളം അല്ലെങ്കിൽ ഏത് കോളമാണോ ഏത് റോ ആണോ നിങ്ങൾ സെലക്ട് ചെയ്ത് അയാളെ സെലക്ട് ചെയ്യുക. അയാളുടെ ഓരോ എലമെന്റിനും അയാളുടെ സ്ഥാനം അനുസരിച്ചുള്ള സൈൻ കൊടുക്കുക. എന്നിട്ട് അയാളുടെ കോ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇവരെ എല്ലാവരെയും കൂടെ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ ഡിറ്റർമിനന്റ് കിട്ടും. കഴിഞ്ഞു. ഓക്കെ. അപ്പോ ഇതാണ്. ഇതൊരു ലോങ് ടോപ്പിക്കാണ്. എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആയ ഒരു ടോപ്പിക്കാണ്. മൈനർ കഴിഞ്ഞാലേ കോ ഫാക്ടർ ഉള്ളൂ. കോ ഫാക്ടർ കഴിഞ്ഞാൽ അഡ്ജോയിന്റ് ഉള്ളൂ. അഡ്ജോയിന്റ് കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഉള്ളൂ. അതിന്റെ കൂടെയാണ് സിംഗുലറും നോൺ സിംഗുലറും വരുന്നത്. പിന്നെ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും പഠിച്ചു. അപ്പൊ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. Recording proceed. So അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ക്യാപിറ്റൽ A equal to 3240. Let capital A equal to 3240 and capital B equal to 4525. 4525. ക്വസ്റ്റ്യൻ പറയുന്നത് വെരിഫൈ ദാറ്റ് A into B the whole inverse is equal to B inverse A inverse. ഇതൊരു മെട്രിക്സ് ഇൻവേഴ്സിന്റെ ജനറൽ പ്രോപ്പർട്ടി ആണ് കേട്ടോ. മെട്രിക്സ് ഇൻവേഴ്സിന്റെ ജനറൽ പ്രോപ്പർട്ടി. അതായത് എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഇൻവേഴ്സ് എടുക്കുന്നതും ബിയുടെ ഇൻവേഴ്സിന്റെ കൂടെ എയുടെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെയിം ആണ്. അതായത് നോക്കണം, ബിയുടെ ഇൻവേഴ്സ് ആദ്യം, എയുടെ ഇൻവേഴ്സ് രണ്ടാമതായിരിക്കണം. ഇതൊരു ജനറൽ പ്രോപ്പർട്ടിയാണ്. ഇതുപോലെ തന്നെ എ ബി ദ ഹോൾ ട്രാൻസ്പോസ്, എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുക്കുന്നതും ആദ്യം ബിയുടെ ട്രാൻസ്പോസ് എടുത്തതിനു ശേഷം അതിന്റെ കൂടെ എയുടെ ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ആണ്. ഇതൊരു ജനറൽ തിയറിയാണ്, ജനറലായിട്ട് ശരിയായ കാര്യമാണ്. അതിവിടെ വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എയും ബിയും കൂടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ആണ്. 3240 ഇൻറ്റു 4525. അപ്പൊ 3 into 4 12, 2 into 2 4, 12 plus 4 16. അടുത്ത 3 into 5 15, 2 into 5 10, 15 plus 10 25. അടുത്ത 4 into 4 16, 0 into 2 0 16. അടുത്ത 4 into 5 20 plus 0 into 5 0 20. ഇതാണ് നമ്മുടെ എ ബി. നമുക്കിത് കൺഫേം ചെയ്യാൻ എ ബിയുടെ ഇൻവേഴ്സ് വേണം. എ ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മൈനർ കണ്ടുപിടിക്കണം, കോഫാക്ടർ കണ്ടുപിടിക്കണം, അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം, ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്യണം. ആകെ ഗുലുമാലാണ്. പക്ഷേ 2x2 മെട്രിക്സ് ആണെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. 2x2 മെട്രിക്സ് ആണെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി. 2x2 മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ഡയഗണലുള്ള എൻട്രിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. ഡയഗണലുള്ള എലമെന്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. ഓഫ് ഡയഗണൽ അല്ലാത്ത എലമെന്റുകൾക്ക് നെഗറ്റീവ് കൊടുക്കുക. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. 2x2 മെട്രിക്സ് ആണ് ആവുമ്പോൾ അത് 3x3 മെട്രിക്സിനൊന്നും വർക്ക് ആവില്ല. ഒരിക്കലും അങ്ങനെ പരീക്ഷിക്കാനും നിൽക്കേണ്ട. ഡയഗണലുള്ള എൻട്രികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. ഡയഗണൽ അല്ലാത്ത രണ്ടുപേരെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ആ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കിട്ടി. ഡിറ്റർമിനന്റ് കൊണ്ടുകൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. 16 into 20 മൈനസ് 16 into 25. 16 into 20 മൈനസ് 16 into 25.
അത് -80 വരും. -80. അപ്പൊ -1/80. -1/80 കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. സിംപ്ലിഫിക്കേഷന് വേണ്ടി പോണ്ട. വേണ്ട, അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി എനിക്ക് ബി ഇൻവേഴ്സ് വേണം, എ ഇൻവേഴ്സ് വേണം. ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. വളരെ എളുപ്പം. 4ഉം 5ഉം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക, ഇയാൾക്ക് മൈനസ് കൊടുക്കുക. 4ഉം 5ഉം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. അപ്പൊ ഇയാള് 5 4 ആകും. 5 4 ആകും. ഡയഗണലിലുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുക. പിന്നെ രണ്ടുപേർക്കും മൈനസ് കൊടുക്കുക. ബാക്കിയുള്ള -5 -2. ഇപ്പൊ നിങ്ങൾക്ക് അഡ്ജോയിന്റ് കിട്ടിയതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 × 5 20, 2 × 5 10, 20 - 10, 20 - 10 10. 1/10. 1/10. അടുത്ത നമുക്ക് എ ഇൻവേഴ്സ് വേണം. ഡയഗണലുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. 0യും 3നെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു. 3 0 ആയിരുന്നു, 0 3 ആക്കി. 2നും 4നും മൈനസ് കൊടുത്തു. -2 -4. അടുത്ത ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 × 0 -4 × 2. 0 - 8 -8. 0 - 8 -8. Therefore 1/-8. നമുക്ക് ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും കൂടെ ഗുണിച്ച് നോക്കാം. ഈ ആൻസർ കിട്ടൂ ഇല്ലേ എന്ന് അറിയുന്നതല്ല. ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും. ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് രണ്ടുപേരെയും ഗുണിക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിലുള്ള കോൺസ്റ്റന്റുകളെ ഫ്രണ്ടിൽ തന്നെ മാറ്റിയിടുന്നതാണ് നല്ലത്. ബാക്കി 5 - 5 -2 4 ഇൻറ്റു 0 -2 -4 3. 1 × -1 ആണ്. 10 × 8 80 ആണ്. 5 × 0 5 -4 × -5 × -4 20 20. 5 × -2 -10 -5 × 3 15. -10 -15 -25. അടുത്ത -2 × 0 0. 4 × -4 -16. -2 × -2 4. 4 × 3 12. 4 + 12 16. ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ കൃത്യമായി എ ബി ദ ഹോൾ ഇൻവേഴ്സ്, നേരത്തെ കണ്ടുപിടിച്ച എ ബി ദ ഹോൾ ഇൻവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ദെയർഫോർ അവർ പറഞ്ഞ കാര്യം നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ദെയർഫോർ വെരിഫൈഡ് കാര്യം ശരിയാണ്. നമ്മളത് വെരിഫൈ ചെയ്തു. വളരെ സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ, ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. അപ്പോ അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് മുന്നോട്ട് പോവാം. ഇതുവരെ പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഞാൻ വീണ്ടും പറയാണ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇത്ര ഇക്വേഷന്റെ കളക്ഷൻ. ഈ ഇക്വേഷന്റെ കളക്ഷനെ സോൾവ് ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് മെട്രിക്സ് ഉണ്ടാക്കും. A12 എക്സെട്ര A1n. ആദ്യത്തെ മെട്രിക്സിന്റെ കോഎഫിഷ്യന്റ് എല്ലാം എഴുതി. രണ്ടാമത്തെ മെട്രിക്സിന്റെ കോഎഫിഷ്യന്റ് എല്ലാം എഴുതുന്നു. അങ്ങനെ ഏറ്റവും അവസാനത്തെ ഇക്വേഷന്റെ കോഎഫിഷ്യന്റും എഴുതി വെക്കുന്നു. അടുക്കിയാണ് എഴുതിയത്. അങ്ങനെ എനിക്കൊരു മെട്രിക്സ് ഉണ്ടാക്കണം, ക്യാപിറ്റൽ എ. എന്നിട്ട് വേരിയബിൾസ് എല്ലാം അടുക്കി താഴെ എഴുതുകയാണ്. x1 x2 എക്സെട്ര xn. അടുത്ത് ഈക്വൽ ടുവിന്റെ അപ്പുറമുള്ള കോൺസ്റ്റന്റുകളെല്ലാം എഴുതുകയാണ്. b1 b2 എക്സെട്ര bn. അതായത് ഞാൻ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നിന്ന് 3 മെട്രിക്സ് ഉണ്ടാക്കി. ആദ്യത്തെ മെട്രിക്സിന്റെ പേര് കോഎഫിഷ്യന്റ് മെട്രിക്സ്. രണ്ടാമത്തെ മെട്രിക്സിൻ്റെത് വേരിയബിൾ മെട്രിക്സ്. മൂന്നാമത്തെ മെട്രിക്സ് കോൺസ്റ്റന്റ് മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വലിയ സിസ്റ്റത്തിനെ ഈ മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് ആയി ഡിനോട്ട് ചെയ്യാൻ പറ്റും. Ax = b. നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് x ആണ്. x കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായ കാര്യം,
എ ഇൻവേഴ്സിന്റെ കൂടെ ബിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അതായത് നിങ്ങളുടെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് അയാളെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴേക്കും എന്താകും? സൊല്യൂഷൻ ആകും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, എ നോൺ സിംഗുലർ ആണെങ്കിൽ മാത്രമേ ഇത് നടക്കൂ. അതായത് ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഈ പരിപാടി നടക്കൂ. ഇല്ലെങ്കിൽ ഇത് നടക്കാത്ത കാര്യമാണ്. അതായത് അയാൾക്ക് ഇൻവേഴ്സ് കാണില്ല. ഇൻവേഴ്സ് ഉണ്ടെങ്കിലല്ലേ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻവേഴ്സ് ഉണ്ടെങ്കിലല്ലേ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ ഇത് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും വേണ്ട കാര്യം ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. ഇനി അല്ല, ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ ഇല്ലാതിരിക്കാനോ, നോ സൊല്യൂഷനോ, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനോ സാധ്യതയുണ്ട്. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനോ സാധ്യതയുണ്ട്. സൊല്യൂഷൻ ഇല്ലാതിരിക്കാനോ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. അതിനെല്ലാത്തിനും ഒരേപോലത്തെ സാധ്യതയാണ്. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാകാനോ സൊല്യൂഷൻ ഇല്ലാതിരിക്കാനോ ഒരേപോലത്തെ സാധ്യതയാണ്. എങ്ങനെ അവരെ തിരിച്ചറിയും? എങ്ങനെ സൊല്യൂഷൻ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ അതോ നോ സൊല്യൂഷൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അതിനുവേണ്ടി ഒരു സ്റ്റെപ്പും കൂടെ അവർ പറയുന്നുണ്ട്. അതായത് അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കുക. അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കുക, അയാളെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 0 കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. ഉറപ്പിക്കാം. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണെന്ന് ഉറപ്പിക്കാം. ഇനി അല്ല, അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിച്ചതിന് ശേഷം അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിച്ച് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല, നോ സൊല്യൂഷൻ. അതായത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അയാളുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കഴിയുമ്പോൾ നോക്കുക. അയാളുടെ ഡിറ്റർമിനന്റ് 0 അല്ലേ ഒന്ന് നോക്കുക. ഡിറ്റർമിനന്റ് 0 അല്ലെന്ന് കിട്ടിയാൽ എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. ഡിറ്റർമിനന്റ് 0 ആയി കഴിഞ്ഞാൽ അഡ്ജോയിന്റിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 0 കിട്ടിയാൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. 0 കിട്ടിയില്ല എങ്കിൽ നോ സൊല്യൂഷൻ. കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇയാളുമായിട്ട് ഇൻവോൾവ് ചെയ്ത പ്രോബ്ലംസ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇയാളുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോവാണ്. ഞാനിപ്പോ 2x2 മെട്രിക്സ് ഒന്നും ചെയ്യുന്നില്ല. വളരെ വലിയൊരു മെട്രിക്സ് ആണ്. വളരെ വലിയൊരു 3x3 എങ്കിലും ചെയ്യാണ്. സോൾവ് 3x plus 4y 3x plus 4y plus 7z equal to 14 plus 7z equal to 14. അടുത്തത് 2x minus y plus 3z 2x minus y plus 3z 2x minus y plus 3z equal to 4 അടുത്ത 2x plus 2y minus 3z 2x plus 2y minus 3z equal to 0. ഇതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. നമ്മുടെ വേരിയബിൾ നിങ്ങൾക്ക് കാണാം. XYZ ആണ് വേരിയബിൾ. കോഎഫിഷ്യന്റ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഞാൻ ക്യാപിറ്റൽ എ എന്ന മെട്രിക്സ് 3 4 7 2 minus 1 3 2 2 minus 3 എ എന്ന മെട്രിക്സ്. എക്സ് എന്ന മെട്രിക്സ് നമ്മുടെ വേരിയബിൾ XYZ ആണ്. X, Y, Z. ആൻഡ് കോൺസ്റ്റന്റ് മെട്രിക്സ് B equal to 14, 4, 0.
ഇതാണ് നമ്മുടെ 3 മെട്രിക്സ് എ എക്സ് ബി. എ എക്സ് ബി. ഇനി എനിക്ക് എയുടെ ഡിറ്റർമിനന്റ് കാണേണ്ട ആവശ്യമുണ്ട്. എയുടെ ഡിറ്റർമിനന്റ് കാണുന്നു. ആദ്യത്തെ റോ സെലക്ട് ചെയ്തു. 3 ഇൻറ്റു -1 ഇൻറ്റു -3 3 -2 ഇൻറ്റു 3 6 3 -6. അടുത്ത -4 ഇൻറ്റു 2 -3 -6 -6 -2 -3 6 പ്ലസ് 7 ഇൻറ്റു 2 ഇൻറ്റു 2 4 -2 ഇൻറ്റു -1 -2. That is equal to 3 into -3 -9 -12 into -4 -12 into -4 plus 48. 4 plus 2 6 6 into 7 6 into 7 42. 90 minus 9 90 minus 9 81. 90 minus 9 is 81. ഡിറ്റർമിനന്റ് കിട്ടി. ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. ഡിറ്റർമിനന്റ് ഒന്ന് ഇവിടെ കൺഫേം ചെയ്യട്ടെ ഞാൻ. നമ്മുടെ ടെക്സ്റ്റിൽ വേറൊരു ഉത്തരമാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൺഫർമേഷൻ നോക്കുന്നത്. ടെക്സ്റ്റിലെ മിസ്റ്റേക്ക് ആണ്. ടെക്സ്റ്റിലെ മിസ്റ്റേക്ക് ആണ്, നമ്മുടെ മിസ്റ്റേക്ക് അല്ല. ടെക്സ്റ്റിലെ മിസ്റ്റേക്ക് ആണ്, നമ്മുടെ മിസ്റ്റേക്ക് അല്ല. ഓക്കെ, ടെക്സ്റ്റിലെ മിസ്റ്റേക്ക് ആണ്, നമ്മുടെ മിസ്റ്റേക്ക് അല്ല. അപ്പൊ നമുക്ക് കിട്ടി 81 ആണ് ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. അതായത് എന്തുണ്ട്, ഇയാൾക്ക് സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. എയുടെ ഇൻവേഴ്സ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് വേണം, മൈനർ വേണം. മൈനർ 3ന്റെ മൈനർ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 3 - 6 -3. 4ന്റെ മൈനർ -6 -6 -12. 7ന്റെ മൈനർ 4 - -2 4 + 2 6. അടുത്ത 2ന്റെ മൈനർ 4 × -3 -12 -2 × 14 -12 -14 -26. അടുത്ത 3 × -3 -9 -2 × 7 -9 -19 -23 -9 -14 -9 -14 -23. അടുത്ത 3 × 2 6 -2 × 8 6 -8 6 -8 -2. അടുത്ത 4 × 3 12 -1 × 7 12 + 7 12 + 7 19 19. അടുത്ത 19. അടുത്ത 3 × 3 9 9 -9 -14 9 -14 -5. അടുത്ത 3 × -1 -3 -2 × 8 -3 -8 -8 -11. അപ്പൊ നമ്മുടെ മൈനർ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് കോ ഫാക്ടർ ആണ്. കോ ഫാക്ടർ ഓഫ് എ. ഇവിടെ പ്ലസ് കൊടുക്കും -3, ഇവിടെ മൈനസ് കൊടുക്കും 12, അടുത്ത പ്ലസ്, താഴെ -26, അടുത്ത പ്ലസ്, അടുത്ത മൈനസ്, അടുത്ത പ്ലസ്, അടുത്ത മൈനസ്, അടുത്ത പ്ലസ്. കോ ഫാക്ടർ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് അഡ്ജോയിന്റ്. അഡ്ജോയിന്റ് ഓഫ് എ. ട്രാൻസ്പോസ് എടുക്കുന്നു. -3 12 6 -3 12 6. അടുത്ത 26 -23 2. അടുത്ത 19 5 -11. അഡ്ജോയിന്റ് റെഡിയായി. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് 81 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അഡ്ജോയിന്റ് -3 26 19 -12 12 -23 5 6 2 -11. എ ഇൻവേഴ്സ് കിട്ടി. ഇനി നിങ്ങൾക്ക് സൊല്യൂഷൻ വേണമെങ്കിൽ, എക്സ് വേണമെങ്കിൽ, എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ ഇൻവേഴ്സ് നമുക്കറിയാം 1/81 ഇൻറ്റു -3 26 19 12 -23 5 6 2 -11 ഇൻറ്റു നമ്മുടെ ബി വാല്യൂ. ബി നമ്മുടെ കയ്യിലുണ്ട്. ബി എന്ന് പറയുന്നത് 1440 ആണ്. 1440.
1/81 നമ്മളിപ്പോ മൾട്ടിപ്ലിക്കേഷനിൽ ഇൻവോൾവ് ചെയ്യിക്കില്ല, പുറത്തിടുകയാണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്യാണ് റോ ഇൻറ്റു കോളം. 3 × -14 -14 -42 -42 26 × 4 104 അതായത് 26 × 4 ഞാൻ പറഞ്ഞു 104 104 മൈനസ് 3 × 14 3 × 14 62. അടുത്ത -12 × 14 മൈനസ് ഇല്ല, 12 × 14 168 -23 × 0 -23 അല്ല 23 × 4. അപ്പോ മൊത്തം നമുക്ക് 76 എന്ന് കിട്ടും. 76. ഇനി അടുത്ത 6 × 14 84 84 -2 × 4 8 76. അപ്പോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 62/81 62/81 76/81 76/81. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മുടെ ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതാണ് അതിന്റെ ആക്ച്വൽ സൊല്യൂഷൻ. x is equal to 62/81, y is equal to 76/81 and z is equal to 76/81. കണ്ടുപിടിച്ചു, സൊല്യൂഷൻ കിട്ടി. സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്ത ഇതുപോലെ തന്നെ മറ്റൊരു പ്രോബ്ലം കൂടെ ഞാൻ ചെയ്യുകയാണ്. ഇത് നമ്മുടെ യൂണിറ്റ് 2 PDF, യൂണിറ്റ് 2-ലെ എക്സാമ്പിൾ നമ്പർ 11 പേജ് നമ്പർ 49. അവിടെ നോക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണാം. പക്ഷെ എടുത്തെഴുതിയപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരം മാറിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് പരിശോധിക്കാം. സ്വന്തമായി ചെയ്തത് പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോൾവ് ദ സിസ്റ്റം ഓഫ് equation. Solve the system of equation. X minus y equal to 3. അടുത്ത 2x plus 3y plus 4z. 2x plus 3y plus 4z. 2x plus 3y plus 4z equal to 17. അടുത്ത y plus 2z equal to 7. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തുണ്ടാക്കാൻ പോവാണ്? മെട്രിക്സ് ഉണ്ടാക്കാൻ പോവാണ്. ക്യാപിറ്റൽ A എന്ന മെട്രിക്സ്. എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈയുടെ കോഎഫിഷ്യന്റ് -1, ഇസഡ് ഇല്ല. അപ്പൊ അവിടെ 0 എടുക്കുക കേട്ടോ. 0 × z ഇല്ലല്ലോ, കഴിഞ്ഞു. അടുത്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് 2, വൈയുടെ കോഎഫിഷ്യന്റ് 3, ഇസഡിന്റെ കോഎഫിഷ്യന്റ് 4. ഇവിടെ എക്സ് ഇല്ല, 0 ഇടും. വൈയുടെ കോഎഫിഷ്യന്റ് 1, ഇസഡിന്റെ കോഎഫിഷ്യന്റ് 2. ക്യാപിറ്റൽ A റെഡി. അടുത്ത് നമ്മുടെ എക്സ് ഉണ്ട്. എക്സ് 3 വേരിയബിൾ ആണുള്ളത്, എക്സ്, വൈ, ഇസഡ്. നമുക്ക് കോൺസ്റ്റന്റ് ഉണ്ട്. കോൺസ്റ്റന്റ് ക്യാപിറ്റൽ B is equal to 3, 17, 7. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇയാളുടെ സൊല്യൂഷൻ ആണ് തപ്പിപ്പോകുന്നത്. നമ്മൾ ഡിറ്റർമിനന്റ് ആദ്യം കണ്ടുപിടിക്കും. ഡിറ്റർമിനന്റ് ഒക്കെ 1 × 1 ഇരിക്കുന്ന റോയും കോളവും കളയുന്നു. 3 × 2 -1 × 4 6 - 4 2 -1 × -1 × 2 × 2 4 -0 × 4 4 -0 4. അടുത്ത +0 × 0 ഇരിക്കുന്ന റോയും കോളവും കളയുന്നു. 2 × 1 -0 × 3 2. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 + 4 എന്ന് കിട്ടും. 6 ആണ്. ഡിറ്റർമിനന്റ് 0 അല്ല. അപ്പൊ A ഇൻവേഴ്സ് ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്.
അപ്പൊ നമ്മൾ നേരെ മൈനർ കണ്ടുപിടിക്കാൻ പോകുന്നു. മൈനർ ഒക്കെ നമ്മൾ എന്തെടുക്കുന്നു? മൈനർ എഴുതുകയാണ്. 2 4 2 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ധൈര്യമായി എഴുതിയത്. ഇനി അടുത്ത് ഇവിടെ 2ന്റെ മൈനർ ഡ്രോയിങ് കോളം കളയുന്നു. -1 × 2 -2 1 × 0 -2. അടുത്ത് ഇവിടെ കളയുന്നു. 1 × 2 -0 × 0 2. 1 × 1 -0 × -1 1. അടുത്ത് 1 -1 × 4 -3 × 0 -4. 1 × 4 -2 × 0 4. And finally 1 × 3 -2 × -1. 3 + 2 5. 3 + 2 5. മൈനർ റെഡി. ഇനി നമുക്കുള്ളത് എന്താണ്? കോഫാക്ടർ. കോഫാക്ടർ സൈൻ കൊടുക്കുന്നു. 2 -4 2 -2 2 2 -1 -4 -4 5 സൈൻ കൊടുത്തു. ഇനി അടുത്ത നമുക്കുള്ളത് എന്താണ്? അഡ്ജോയിന്റ് ആണ്. അഡ്ജോയിന്റ് കണ്ടുപിടിക്കുന്നു. അഡ്ജോയിന്റ് ഓഫ് എ ഈക്വൽ ടു റെസിപ്രോക്കൽ ആണ്. റെസിപ്രോക്കലിലെ ട്രാൻസ്പോസ് ആണ്. 2 -4 2 2 2 -1 -4 -4 5. ട്രാൻസ്പോസും നമ്മൾ എഴുതി. പുള്ളിക്കാരുടെ ട്രാൻസ്പോസും നമ്മൾ എഴുതി. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോകുന്നു. അതിനു മുമ്പ് എ ഇൻവേഴ്സ് വേണം. അപ്പൊ എ ഇൻവേഴ്സിന്റെ കാര്യം ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയാം. എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഡിറ്റർമിനന്റ് 1/6 ആണ്. അഡ്ജോയിന്റ് താഴെ കിടക്കുന്നു. 2 2 -4 -4 2 -4. അടുത്ത 2 -1 5 ഇൻറ്റു നമുക്ക് ബി ചെയ്യണം. ബി നമുക്ക് ഓൾറെഡി കയ്യിലുണ്ട്. ബി എന്താണ്? 3 -17 7. 317 7 സോറി 317 7 317 7 അറിയാതെ -17 317 7. അപ്പൊ നമുക്ക് എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യാം. 1/6 ഇൻറ്റു 2 × 3 6 2 × 17 34 34 + 6 40 -4 × 7 28 40 - 28 40 - 28 12 40 - 28 12 -4 × 3 -12 2 × 34 2 × 17 34 34 - 12 34 - 12 22 -4 × 7 28 22 - 28 -6 2 × 3 6 -1 × 17 -17 -17 + 6 -11 5 × 7 35 35 35 -11 24 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 12/6 12/6 2 -6/6 -1 24/6 4. അതായത് നമ്മുടെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. വൈ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. പരീക്ഷിക്കണമെങ്കിൽ ഈ വാല്യൂ എടുത്ത് നമ്മുടെ ഇക്വേഷനിൽ തിരിച്ചു കൊടുത്താൽ മതി. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അത്രേ ഉള്ളൂ. കഴിയും. ഇനി നമുക്ക് പറയാനുള്ളത് ഇതുപോലെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു രീതിയാണ്. ഇറ്റ് ഇസ് കോൾഡ് ദ ക്രാമേഴ്സ് റൂൾ. ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളുടെ സൊല്യൂഷനെ കണ്ടുപിടിക്കാൻ പറ്റും. ക്രാമേഴ്സ് റൂൾ. അപ്പൊ ഞാൻ ഇതേ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുകയാണ് കേട്ടോ. ഇതേ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുകയാണ്. വീണ്ടും ചെയ്യുകയാണ്. ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യുകയാണ്. സോൾവ് x - y = 3. നമുക്ക് ഇയാളുടെ സൊല്യൂഷൻ അറിയാം. x - y = 3 x - y = 3. അടുത്ത് 2x + 3y + 4z = 17. 2x + 3y + 4z = 17. ഏറ്റവും അവസാനം y + 2z = 7. y + 2z = 7. ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇയാളെ ക്രാമേഴ്സ് റൂളിൽ ഞാൻ ചെയ്യാം. എങ്ങനെ ചെയ്യാം? നമ്മളിപ്പോ എ എഴുതി. ഒന്നും കൂടെ ഞാൻ എഴുതാം. എ എഴുതുകയാണ്. 1 - 1 0 2 3 4 and 0 1 2 A.
നമുക്കിവിടെ ബിയും ഉണ്ട്. ഞാനിപ്പോ എക്സിനെ പറ്റി വിടുകയാണ്, എക്സിനെ പറ്റി പറയുന്നില്ല, നിങ്ങൾക്ക് എക്സിനെ അറിയാൻ. ബി എഴുതി. ആദ്യം തന്നെ എയുടെ ഡിറ്റർമിനന്റ് എനിക്ക് കണ്ടുപിടിക്കണം. അത് ഓൾറെഡി കണ്ടുപിടിച്ചത് കൊണ്ട് ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഡിറ്റർമിനന്റ് ഒക്കെ. അടുത്ത് എനിക്ക് 3 പുതിയ മെട്രിക്സുകൾ കണ്ടുപിടിക്കണേ. ആദ്യത്തേതാണ് A1. എങ്ങനെ A1 ഒപ്പിച്ചെടുക്കാം? ഈ ക്യാപിറ്റൽ എ കണ്ടല്ലോ, ഇതിലെ ആദ്യത്തെ കോളത്തിനെ എടുത്ത് കളയുക. അതിന് പകരം നമ്മുടെ ബി ഇല്ലേ, അയാളെ കൊണ്ടുവന്ന് അവിടെ എഴുതുക. A1 എങ്ങനെയാണ് ഒപ്പിച്ചെടുത്തത്? ആദ്യത്തെ കോളത്തിനെ ബി വെച്ച് റീപ്ലേസ് ചെയ്തപ്പോ കിട്ടി. ബി വെച്ച് റീപ്ലേസ് ചെയ്തപ്പോ നമുക്ക് കിട്ടി. ഇയാളുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഇയാളുടെ ഡിറ്റർമിനന്റ് അതായത് 3 × 6 - 4 3 × 6 - 4 3 × 2 -1 ഇൻറ്റു, അതായത് +1 ഇൻറ്റു 17 × 2 34 34 - 7 × 4 28 34 - 28 6. That is equal to 6 + 6 12. 6 + 6 12. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത മെട്രിക്സ് കണ്ടുപിടിക്കണം. അടുത്ത മെട്രിക്സ് ആണ് A2. A2 A2 എങ്ങനെ കണ്ടുപിടിക്കാം? A1 കണ്ടുപിടിച്ച എങ്ങനെയാണ്? ക്യാപിറ്റൽ എയിലെ ആദ്യത്തെ കോളം റീപ്ലേസ് ചെയ്തതല്ലേ. ഇവിടെ രണ്ടാമത്തെ കോളം റീപ്ലേസ് ചെയ്യുക. ആദ്യത്തെ കോളത്തിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല, അയാൾ അതേപോലെ എഴുതുക. രണ്ടാമത്തെ കോളത്തിന് പകരം കോൺസ്റ്റന്റുകളെല്ലാം എഴുതി വെക്കുക. ആദ്യത്തെയും മൂന്നാമത്തെയും കോളത്തിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല. A2 ജനറേറ്റ് ചെയ്തു. എന്നിട്ട് പുള്ളിയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 1 × 17 × 2 34 34 - 28 34 - 28 6 -3 × 2 × 2 4 -0 × 4 0 4 3 × 4. That is equal to 6 - 12. That is equal to -6. ഇനി നമുക്ക് എന്ത് വേണം? A3 വേണം. അടുത്ത മെട്രിക്സ് വേണം A3. A3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൂന്നാമത്തെ കോളം റീപ്ലേസ് ചെയ്താൽ മതി. ഇവിടെ ആദ്യത്തെ കോളത്തിന് ചേഞ്ച് ഇല്ല, രണ്ടാമത്തെ കോളത്തിന് ചേഞ്ച് ഇല്ല, -1 3 1. മൂന്നാമത്തെ കോളത്തിന് പകരം കോൺസ്റ്റന്റ് എഴുതി വെച്ചു, 3 17 7. അടുത്ത A3യുടെ ഡിറ്റർമിനന്റ്. A3യുടെ ഡിറ്റർമിനന്റ് 1 × 1 × 3 × 7 21 - 17 21 - 17 21 - 17 4 -1 × +1 × 2 × 7 -0 × 17 14 +3 × 2 × 1 -0 × 3 2. That is equal to 4 + 14 + 6. That is equal to 24. That is equal to 24. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് വേരിയബിളിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? എക്സിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ A1 ഡിറ്റർമിനന്റ് ഓഫ് A1 കണ്ടുപിടിച്ചില്ലേ, അയാളെ ഡിറ്റർമിനന്റ് ഓഫ് A കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 12 ആണ് കണ്ടുപിടിച്ചത്. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 2. രണ്ടാമത്തെ വേരിയബിൾ വേണം. A2ന്റെ ഡിറ്റർമിനന്റിനെ എയുടെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് -6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, -1. അടുത്ത Z കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? A3യെ ഡിറ്റർമിനന്റ് ഓഫ് A കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 24/6 4. 2 - 1 4 2 - 1 4. അത് തന്നെയാണ് നേരത്തെ നമുക്ക് കിട്ടിയത്. അപ്പൊ എങ്ങനെയാണ് ക്രാമേഴ്സ് റൂൾ വെച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കുക? എയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. എ കയ്യിലുണ്ട്. എയുടെ ആദ്യത്തെ കോളത്തിനെ റീപ്ലേസ് ചെയ്യുക. ആരെ വെച്ച്? ബി വെച്ച്. അത് A1 ആണ്, അയാളുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അടുത്ത രണ്ടാമത്തെ കോളത്തിന് റീപ്ലേസ് ചെയ്യുക. A2 കണ്ടുപിടിക്കുക, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ കോളത്തിന് റീപ്ലേസ് ചെയ്യുക. A3 കണ്ടുപിടിക്കുക, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. നിങ്ങൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വളരെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വേരിയബിൾ X, Y, Z വാല്യൂ കണ്ടുപിടിക്കാൻ A1ന്റെ ഡിറ്റർമിനന്റ് A കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആദ്യത്തെ വേരിയബിൾ കിട്ടും. A2നെ A കൊണ്ട് ഡിവൈഡ് ചെയ്യുക, രണ്ടാമത്തെ വേരിയബിൾ കിട്ടും. A3യെ A കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൂന്നാമത്തെ വേരിയബിൾ കിട്ടും. കഴിയും. ഇതാണ് ക്രാമേഴ്സ് റൂൾ.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫൈനൽ ടോപ്പിക് ഇസ് ഹോമോജീനിയസ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. എന്താണ് ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ? വളരെ സിമ്പിൾ ആയ കാര്യമാണ്. അതായത് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കണ്ടായിരുന്നല്ലോ. സിസ്റ്റം ഓഫ് ഇക്വേഷൻ കണ്ടായിരുന്നു. സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നമ്മൾ രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. ഇൻവേഴ്സ് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. ഇൻവേഴ്സ് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. അല്ലാതെ ക്രാമേഴ്സ് റൂൾ വെച്ച് സോൾവ് ചെയ്യാനും നമുക്കിപ്പോൾ അറിയാം. ഇപ്പോ ഞാൻ തരാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ കേസാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. സിസ്റ്റം ഓഫ് ഇക്വേഷന് ജസ്റ്റ് എ സെക്കൻഡ്. ചെക്ക് ചെയ്യാം. ശരി, സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഒരു പ്രശ്നമേ ഉള്ളൂ. എ എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് നിങ്ങളുടെ ബി 0 ആയിരിക്കും. കംപ്ലീറ്റ് കോൺസ്റ്റന്റും 0 ആയിരിക്കും. കംപ്ലീറ്റ് കോൺസ്റ്റന്റും 0 ആയിരിക്കും. ഞാൻ വലിയ ഇക്വേഷൻ ഒക്കെ എഴുതിയായിരുന്നേ, അത് വീണ്ടും എഴുതാൻ മടിച്ചിട്ടാണ് ഞാൻ എഴുതാത്തത്. അവിടെ B1 B2 B3 എല്ലാവരും കാണുമല്ലോ, അവരെല്ലാവരും 0 ആയിരിക്കും. അതിനാണ് ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഹോമോജീനിയസ് അല്ല എങ്കിൽ അയാളെ നമ്മൾ എന്തെന്ന് വിളിക്കും? നോൺ ഹോമോജീനിയസ് എന്ന് വിളിക്കും. ഹോമോജീനിയസ് അല്ല എങ്കിൽ പുള്ളിക്കാരനെ നമ്മൾ നോൺ ഹോമോജീനിയസ് എന്ന് വിളിക്കും. നോൺ ഹോമോജീനിയസോ ഇനി ഹോമോജീനിയസോ എന്തിനേയും സോൾവ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്തായാലും സൊല്യൂഷനാണ്. അതായത് ഈസ് എ ട്രിവിയൽ സൊല്യൂഷൻ. ഈസ് എ ട്രിവിയൽ സൊല്യൂഷൻ. അതായത് നിങ്ങളുടെ എല്ലാ വേരിയബിളിന് എക്സ് വൈ ഇസഡ് 3 വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. X0 Y0 Z0. അത് അതിന്റെ ട്രിവിയൽ സൊല്യൂഷൻ ആണ്. സ്വാഭാവികമായ സൊല്യൂഷൻ ആണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. സ്വാഭാവികമായിട്ട് അതിന് എന്തായാലും സൊല്യൂഷൻ കാണും. സൊല്യൂഷൻ ഒന്നും നിങ്ങൾ തപ്പിപ്പോണ്ട, സോൾവ് ചെയ്യണ്ട. അതിനെന്തായാലും സൊല്യൂഷൻ കാണും. സോ ഇറ്റ് ഹാസ് എ ട്രിവിയൽ സൊല്യൂഷൻ. എപ്പോഴാണ് ഇതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമാകുന്നത്? ട്രിവിയൽ സൊല്യൂഷൻ മാത്രമാകുന്നത് ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് നോട്ട് ഈക്വൽ ടു 0, then സോറി, ഇവിടെ ഞാൻ മായ്ക്കുകയാണ്, ഇത് ശരിയാവില്ല. എക്സ് ഈക്വൽ ടു 0 നിങ്ങളുടെ സിസ്റ്റത്തില് എന്താണ് ഇവിടെ മൊത്തം 0 ആണെങ്കിൽ, കോൺസ്റ്റന്റുകൾ മുഴുവൻ 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 എന്തായാലും അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. അതായത് എല്ലാ വേരിയബിളും 0 ആക്കി കൊടുക്കുക. അതെന്തായാലും സൊല്യൂഷൻ ആയിരിക്കും. വേറെ സൊല്യൂഷൻ തേടി പോകണ്ട. ട്രിവിയൽ സൊല്യൂഷൻ. സ്വാഭാവികമായിട്ട് ഇയാളെ സൊല്യൂഷൻ വന്നാൽ ഒരു ത്രില്ലൊന്നുമില്ല. അതായത് ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0, then x equal to 0 is the only solution. അത് മാത്രമേ സൊല്യൂഷൻ ആയിട്ട് വരത്തുള്ളൂ. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. വേറെ സൊല്യൂഷൻ ഒന്നും കാണില്ല. എക്സ് ഈക്വൽ ടു 0 മാത്രമേ സൊല്യൂഷൻ കാണൂ. ഡിറ്റർമിനന്റ് ഓഫ് 0 അല്ലെങ്കിലും എക്സ് ഈക്വൽ ടു 0 സൊല്യൂഷൻ തന്നെ. പക്ഷേ എക്സ് ഈക്വൽ ടു 0 അല്ലാത്ത സൊല്യൂഷൻ കാണാം. ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0, then non-zero solution exist. Non-zero solution exist ചെയ്യും. എക്സ് ഈക്വൽ ടു 0 സൊല്യൂഷൻ അത് എന്തായാലും കാണുമല്ലോ. എവിടെ? ഹോമോജീനിയസ് ആണെങ്കിൽ എന്തായാലും കാണുമല്ലോ. നമ്മൾ അതിൽ ഇൻട്രസ്റ്റഡ് അല്ല. പക്ഷേ നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടോ? ഇവിടുത്തെ ഇൻട്രസ്റ്റ് അവിടെ. നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടോ? അയാളെ കണ്ടുപിടിക്കാൻ എന്തുണ്ട്? നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ബോണസ് എന്താണെന്ന് പറഞ്ഞാല് നോൺ സീറോ സൊല്യൂഷൻ 1ഉം 2ഉം ഒന്നും ആയിരിക്കില്ല, ഇഷ്ടം പോലെ കാണും. നോൺ സീറോ സൊല്യൂഷൻ 1ഉം 2ഉം ഒന്നും ആയിരിക്കൂല, ഇഷ്ടം പോലെ കാണും. ഇൻഫൈനൈറ്റ്ലി മെനി നോൺ സീറോ സൊല്യൂഷൻ കാണും. ഒറ്റ സൊല്യൂഷൻ ഉള്ളുവെങ്കിൽ അത് എക്സ് ഈക്വൽ ടു 0 ആണ്. അത് ഡിറ്റർമിനന്റ് നോൺ സീറോ ആകുമ്പോൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണോ? എക്സ് ഈക്വൽ ടു 0 സൊല്യൂഷൻ ആണ്. പക്ഷേ നോൺ സീറോ സൊല്യൂഷൻ ഉണ്ട്. അത് 1ഉം 2ഉം ഒന്നും അല്ല, ഇൻഫൈനൈറ്റ്ലി മെനി കാണും. നമ്മുടെ ആഗ്രഹം ആ ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സീറോ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ
ഓക്കെ ശരി, സീറോ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, നമ്മൾ അതങ്ങ് വിട്ടേക്ക്. സീറോ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിൽ, സീറോ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അയാളെ അങ്ങ് വിട്ടേക്ക്. പക്ഷേ സീറോ സൊല്യൂഷൻ മാത്രം അല്ല, മറ്റു സൊല്യൂഷനുകൾ കൂടെ ഉണ്ട് എങ്കിൽ അയാളിൽ നിന്ന് ഒരാളെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചേക്കുക. ഇൻഫൈനൈറ്റ്ലി മെനിയാണ്, ഒരാളെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചേക്കുക ഒരു സന്തോഷത്തിന് വേണ്ടി. അപ്പൊ ഞാന് ആ ഒരു മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോ നിങ്ങളുടെ മെറ്റീരിയലിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് ആ, വേറൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, വേറൊരു ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ചെയ്യാണ്. സോൾവ് 2x minus 3y plus 3 is 2x minus 3y plus 2x minus 2x minus y plus 3 z ആണ്. 2x 3z equal to 0. 3x plus 2y minus z. 3x plus 2y minus z equal to 0. 4x plus 5y minus 5z. 4x plus 5y minus 5z equal to 0. ഇതാണ് നമ്മുടെ ഹോമോജീനിയസ് സിസ്റ്റം. എല്ലാവരും 0 ആയി. നിങ്ങൾ x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0, z ഈക്വൽ ടു 0 കൊടുത്തു നോക്കുക, എല്ലാ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ എന്തായാലും ക്യാപിറ്റൽ എ എഴുതുന്നു. 2 മൈനസ് 1 3, 3 2 മൈനസ് 1, അടുത്ത 4 5 മൈനസ് 5. ഇയാളുടെ ഡിറ്റർമിനന്റ് കണ്ടേക്കാം. 2 ഇൻറ്റു -5 -10 -5 ഇൻറ്റു -1, അതായത് -10 + 5 -5, -1 ഇൻറ്റു അതായത് +1 ഇൻറ്റു 3 ഇൻറ്റു -5 -15, -4 ഇൻറ്റു -1, -15 + 4 -11, -15 + 4 -11, പ്ലസ് 3 ഇൻറ്റു 5 15 -4 ഇൻറ്റു 8 15 - 8 15 - 8 7 15 - 8 7. 2 ഇൻറ്റു -5 -10, 1 ഇൻറ്റു -11 -11, 3 ഇൻറ്റു 7 21, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആയി. ഡിറ്റർമിനന്റ് ഓഫ് എ 0 അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എഴുതും ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, അതായത് x ഈക്വൽ ടു 0 മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ്, അല്ലെങ്കിൽ നോൺ സീറോ സൊല്യൂഷൻ എക്സിസ്റ്റ്. എങ്ങനെ ഒരു നോൺ സീറോ സൊല്യൂഷൻ കണ്ടുപിടിക്കും? ശ്രദ്ധിച്ചിരിക്കുക, എങ്ങനെ നോൺ സീറോ സൊല്യൂഷൻ കണ്ടുപിടിക്കും. മക്കളെ, ഈ എഴുതിയിരിക്കുന്ന മെട്രിക്സിൽ തമ്മിൽ മൾട്ടിപ്പിൾ അല്ലാത്ത 2 റോ സെലക്ട് ചെയ്യുക. അതായത് സേ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ റോ 2 -1 3 ആണല്ലോ. ഇയാളെ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള നമ്പർ 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2 ഇൻറ്റു 5 10, -1 ഇൻറ്റു 5 -5, 3 ഇൻറ്റു 5 15. ആദ്യത്തെ റോവിനെ എന്തോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ റോ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും എടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. തമ്മിൽ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ആയ 2 റോ സെലക്ട് ചെയ്യരുത്. തമ്മിൽ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയ 2 റോസ് എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും സെലക്ട് ചെയ്യും. ഇവിടെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ എന്താണ്, 2നെ 3 എന്തുകൊണ്ട് ഗുണിച്ചാൽ 3 കിട്ടും? ഓ, അങ്ങനെ കാരാൻ സാധ്യതയില്ല. -1നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടും? 3നെ -1 കൊണ്ട് ഗുണിച്ചാൽ ഇങ്ങനെ 3നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ -1 കിട്ടും? കിട്ടാൻ പോകുന്നില്ല. സോ ഇവർ രണ്ടുപേരും സ്കെയിലാർ മൾട്ടിപ്ലൈ. അതുപോലെ തന്നെ ഇവരും സ്കെയിലാർ മൾട്ടിപ്ലൈ, ഇയാളും സ്കെയിലാർ മൾട്ടിപ്ലൈ.
അപ്പൊ നിങ്ങൾക്ക് ഏത് 2 റോ വേണോ ചൂസ് ചെയ്യാം, ഏത് 2 റോ വേണോ ചൂസ് ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യുന്ന റോ 2 റോ ആയിരിക്കില്ല തൊട്ടടുത്ത ആൾ ചൂസ് ചെയ്യുന്നത്, അതായിരിക്കില്ല അടുത്ത ആൾ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 3 പേർക്ക് ഉത്തരം വെവ്വേറെ ആയിരിക്കും. പക്ഷെ പേടിക്കണ്ട, എല്ലാ ഉത്തരവും സെയിം ആയിരിക്കും. എല്ലാ ഉത്തരവും സെയിം ആയിരിക്കും എന്നല്ല, സോറി, എല്ലാ ഉത്തരവും ശരിയായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു ഇൻഫാനേറ്റീവ് മെനി സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ എന്തായാലും ഈ റോയും സെലക്ട് ചെയ്യും. അതിലെ രണ്ടാമത്തെ എൻട്രി -1 2, തൊട്ടടുത്ത എൻട്രി 3 -1, എടുക്കാതെ ഫ്രണ്ടിൽ വിട്ട എൻട്രി 2 3, എന്നിട്ട് തുടങ്ങിയ സ്ഥലം -1 2. സെലക്ട് ചെയ്ത 2 റോയുടെ രണ്ടാമത്തെ എൻട്രിയിൽ തുടങ്ങുക, എന്നിട്ട് അങ്ങോട്ട് എഴുതി വരിക, പിന്നെ തിരിച്ചു വണ്ണി വരിക, തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കുക. അതിനുശേഷം എനിക്ക് വാല്യൂ കണ്ടുപിടിക്കണം, എക്സിന്റെ വാല്യൂ. -1 ഇൻറ്റു -1, -1 ഇൻറ്റു -1 1, -2 ഇൻറ്റു 3 6, വൈയുടെ വാല്യൂ 3 ഇൻറ്റു 3 3 ഇൻറ്റു 3 9, -1 ഇൻറ്റു 2 +2. ഇസഡിന്റെ വാല്യൂ 2 ഇൻറ്റു 2 4, -3 ഇൻറ്റു -1 -3 +3. അതായത് എക്സിന്റെ വാല്യൂ 1 -5 1 -6 -5, 9 + 2 11, 4 + 3 7. അതായത് നിങ്ങളുടെ സൊല്യൂഷൻ x is equal to -5, y equal to 11, z equal to 7. ഇതൊരു സൊല്യൂഷൻ ആണ്. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെ റോ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തോ. 2 5 -1 -5 3 4 2 5. എക്സിന്റെ വാല്യൂ 2 ഇൻറ്റു -5 -10, -5 ഇൻറ്റു -1 -10 + 5 -5, -1 ഇൻറ്റു 4 -4, -5 ഇൻറ്റു 3 15, -4 + 15 -4 + 15 11. അടുത്ത 3 ഇൻറ്റു 5 15, 15 -4 ഇൻറ്റു 2 8, 15 -8 7. നേരത്തെ കിട്ടിയ സൊല്യൂഷൻ തന്നെ വന്നു. ഭാഗ്യം. വരാറില്ല, ഭാഗ്യം. y equal to 11, z equal to 7. ഇങ്ങനെയാണ് ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ 2 യൂണിറ്റ്, ആദ്യത്തെ 2 യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് 1 2 യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ്.